നമ്മള് പാലക്കാടാണല്ലോ അല്ലേ? പാലക്കാടാണുള്ളത്. പാലക്കാട് ആലത്തൂർ എന്ന് പറയും. ആലത്തൂര്. ഓക്കെ. ഇപ്പൊ വർക്ക് കഴിഞ്ഞോ? വർക്ക് കഴിഞ്ഞു. ഇവിടെ രവിയേട്ടൻ എന്ന് പറയും. രവിയേട്ടന്റെ വീട്ടില് വർക്ക് ചെയ്യുന്നത്. വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ മാർബിൾ GT കാറ്റഗറി പെട്ട മാർബിൾ ഏകദേശം 1850 സ്ക്വയർ ഫീറ്റ്. വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരും ചോദിക്കാറുണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ വർക്ക് എടുക്കാറുണ്ട്. പാലക്കാട് നമ്മൾ ഏകദേശം ഏരിയയിൽ എല്ലാ ഏരിയയിലും വർക്ക് എടുക്കുന്നുണ്ട്. ആലത്തൂർ ഇപ്പൊ ഒരു വർക്ക് കഴിഞ്ഞു. നെന്മാറ ഒന്ന് കഴിഞ്ഞു. ലാസ്റ്റ് വീഡിയോ എടുത്തു. ഇപ്പൊ ആലത്തൂർ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാം. രവിയേട്ടൻ അവിടെ ഉണ്ട്. രവിയേട്ടന്റെ വൈഫ് അവിടെ ഉണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇപ്പൊ വർക്കെല്ലാം കഴിഞ്ഞു. നിലത്തിന്റെ വർക്ക് കഴിഞ്ഞു. അതെ അതെ. ഇപ്പൊ വളരെ ഹാപ്പിയാണ്. അല്ല, നമ്മളെ വീട് പഴയ വീടായിരുന്നു അല്ലേ? താമസമുള്ള വീടായിരുന്നു. 99 താമസം തുടങ്ങിയിട്ടുണ്ട്. 99 താമസമുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോ രണ്ടാമത് റിനോവേഷൻ വർക്കാണ്. അതെ. ഓക്കെ. അപ്പോ പണിയെല്ലാം രവിയേട്ടനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് തന്നെ. രവിയേട്ടനെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷോപ്പിൽ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും തന്നെ ആയിരുന്നു വന്നിരുന്നത് മാർബിൾ സെലക്ട് ചെയ്യാനൊക്കെ അല്ലേ? ഓക്കെ. പട്ടാളത്തിലായിരുന്നു. ഓക്കെ. 20 കൊല്ലം ചെയ്തു. 94 റിട്ടയർഡായി. അപ്പോ സർവീസ് ഉള്ള സമയത്ത് ഞാൻ രാജസ്ഥാനിലും ഡൽഹിയിലൊക്കെ പല കൂട്ടുകാരന്മാരെ വീട്ടിലൊക്കെ താമസിച്ചു. ഓക്കെ. അപ്പോ മിക്കവാറും വീട്ടുകാരിൽ ഈ GT ആണ്. ഗ്രാനൈറ്റ് ടച്ച്. രാജസ്ഥാനിലെ ഗ്രാനൈറ്റ് ആണ്. നമ്മളത് മാർബിളായിട്ട് ഉപയോഗിക്കും. അന്ന് മുതൽക്ക് ഒരു പിടിച്ച ഭ്രാന്താണ്. ഞാൻ വീടുണ്ടാക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കണം മാർബിൾ തന്നെ ഇരിക്കണം. പക്ഷേ വീട് കെട്ടിയ സമയത്ത് അന്ന് മൊസൈക്കായിരുന്നു. മാർബിളില് നമ്മുടെ നാട്ടില് ഈ ഭാഗത്തുള്ള ട്രെൻഡ് അത് മൊസൈക്കായിരുന്നു അല്ലേ? മാർബിൾ കിട്ടാൻ വഴിയില്ലായിരുന്നു. മൊസൈക്കാണ്. അതെ. മാർബിളിന്റെ ടെക്നോളജി എത്തിപ്പെട്ടത് അതിന് ശേഷമാണ് അല്ലേ? അതിനുശേഷമാണ്. ഈ യൂട്യൂബ് കണ്ടപ്പോഴാണ് ടോസ്കാന മാർബിൾ. അതൊരു ഭ്രാന്ത് തന്നെ ആയിരുന്നു. 3 കൊല്ലത്തോളം ഞാൻ മറ്റേ വിഷുവായിട്ട് സംസാരിച്ചിട്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇതെല്ലാം മാറ്റി മാർബിളിലേക്ക് വന്നത്. അത് GT തന്നെ വേണം. ഡയമണ്ട് കട്ട് വേണം. ലൈറ്റ് നല്ല രസമുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ച് കിട്ടി. വളരെ ഹാപ്പിയാണ്. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയെടുത്ത പോലും. അല്ല, ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ? പല ആളുകളും നമ്മളോട് പറയാറുണ്ട്. 76, 77, 78 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയാണ് ഈ ഭ്രാന്ത്. എനിക്ക് ഇതേമാതിരി വേണം. പട്ടാള സർവീസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ മാർബിളിനെ പറ്റിയിട്ട് വലിയ പ്രശസ്തി ഇല്ല. ഒക്കെ മൊസൈക്കായിരുന്നു. നോർത്തിലാണ് മൊസൈക്ക് കിട്ടും. പിന്നെയാണ് യൂട്യൂബ് കാണാൻ തുടങ്ങിയപ്പോ കണ്ടു. അങ്ങനെയാണ് വിഷ്ണുവായിട്ട് ഞാൻ ബന്ധപ്പെട്ടത്. നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അത് ഇപ്പോഴാണ് എന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എത്ര മക്കളാണ്? 2 മക്കളാണ്. നാട്ടിലുണ്ടോ? അല്ല, നാട്ടിലില്ല. മകള് ഖത്തറിലാണ്. പോയിട്ട് ഖത്തറിലാണ്. മകനും മരുമകളും നോർവേയിലാണ്. അപ്പൊ മക്കളുടെ ആഗ്രഹങ്ങളും ഇതായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളോട് എല്ലാവരും പറയാറുണ്ട്, വീട് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേപോലെ എല്ലാ വീട്ടിലും പോകുമ്പോഴേ അവര് മാർബിൾ വെച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തോ സംഭവിച്ച പോലെയാണ്. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർ മുമ്പ് അവരുടെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു അവർക്ക്. നമ്മളെ പുതിയ വീട് വെക്കുമ്പോഴേ നമുക്ക് മാർബിൾ വരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പല ആൾക്കാരും നമ്മൾ ഈ റെസ്പോൺസ് പല ആളുകളിലും കേൾക്കാറുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കോൺട്രാക്ടർമാരായിട്ടും പലരുമായിട്ടും ഒരു 19-ലധികം പേര് ഇതൊന്ന് കണ്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയില് ഇതൊരു അതിശയമാണ്. ഒക്കെ ടൈൽസ് വീട് കെട്ടി ടൈൽസ് ഇട്ടു. അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇത് ചെയ്തു. മാർബിൾ വളരെ കമ്മിയാണ്. ഇപ്പോ മാർബിളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു 50-ലധികം പേർക്ക് ഞാൻ നമ്പറും അഡ്രസ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്റെ ഒരു കടമയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് അത് നിങ്ങൾക്ക് നന്മയായിട്ട് വരട്ടെ. അല്ല, ഇത് നമ്മളിത് മാത്രം പർച്ചേസ് ചെയ്യുന്നതല്ല, പൊതുവെ എല്ലാ വീട്ടിലും ഇതുപോലെ നാച്ചുറൽ മെറ്റീരിയൽസ് ഒക്കെ മാറുക എന്നുള്ളതാണ്. കാരണം നമ്മൾ താമസിക്കുന്ന വീട്ടില് നമുക്കൊരു കംഫർട്ട് ഉണ്ടല്ലോ. ടൈലൊക്കെ ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടൈലിനകത്ത് ഫുൾ കെമിക്കൽസ് ആണ്. അപ്പൊ നമ്മൾ കൊച്ചു കുട്ടികൾ വരെ അയിമക്കൂടെ നടക്കുന്നതും അതേപോലെ ഈ കല്ലുമ്മ നടക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അത് മാർബിൾ ഷോറൂമിൽ നിന്ന്, എന്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതല്ല, വേറെ ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും കല്ലുകളിലേക്ക് മാറുക. അല്ല, കല്ലുകളിലേക്ക് മാറുകയാണെങ്കിലും മനസ്സിന് ഇടം പിടിച്ചത് ടോസ്കാനയാണ്. അത് ഒന്നാമത് നിങ്ങളുടെ പെരുമാറ്റങ്ങള്, രണ്ടാമത് സ്റ്റാഫുകൾ, പിന്നെ പണിയാൻ വന്നവരും നല്ല പണിക്കാരാണ്. വർക്കേഴ്സിനെ കുറിച്ചൊക്കെ നല്ല പണിക്കാരായിരുന്നു. അവര് രാത്രി 10 മണിക്കും ഒരു പണിയുന്നതാണ്. പുലർച്ചെ 3-4 മണിക്ക് ഇവിടെ അടുത്തുള്ളത് പറയും രാത്രി വർക്കും. കാരണം അവര് പുലർച്ചെയും വർക്ക് ചെയ്യുന്നുണ്ട്. അവര് അവരുടെ കാര്യങ്ങൾ താമസമാരൻ എന്നല്ലേ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. 2 ചെറിയ റൂം, താമസ സൗകര്യം ഇല്ല. അതില്
കാറ്റിന്റെ സൗകര്യം പോലും അവിടെ ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് മാറണം. ബാക്കി പണി ഇരുന്ന് ശേഷം അപ്പൊ അതിന് ഉമ്മർക്കായിരുന്നു വർക്ക് എടുത്തിരുന്നത്, കുറച്ച് അർജന്റായിട്ട് വർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് നമ്മളെ വർക്കേഴ്സിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഷോപ്പിൽ പിന്നെ വിഷ്ണുമായിട്ട് കോൺടാക്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ ഡീലിംഗും വലിയ അതെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വർക്ക് എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1850 സ്ക്വയർ ഫീറ്റോളം ഉണ്ടായിരുന്നു മാർബിൾ. പിന്നെ കുറച്ച് ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, സിറ്റിംഗ് ബെഞ്ചും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ആയിട്ട് കുറച്ച് ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഏകദേശം പണിക്കൂലി 1,32 വന്നു. കംപ്ലീറ്റ് മോൾഡിങ് മോൾഡിങ് എല്ലാം മോൾഡ് സ്റ്റാർട്ടിങ് മോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർകേസ്, ഫ്രണ്ട് സ്റ്റെപ്പ്, സിറ്റിംഗ് ബെഞ്ചൊക്കെ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം ജിടിയില് പെൻസിൽ ലൈൻ ആയതുകൊണ്ട് വളരെ മാച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുള്ള അതും ഡയമണ്ട് ആണ്. അതിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതെ അതെ, അതിന്റെ പാറ്റേൺ വരുമ്പോ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ചില ഭാഗത്ത് കുറച്ച് ലൈറ്റുകളും കുറച്ച് ഭാഗത്ത് ചെറിയൊരു ഗ്രേ ഷെയ്ഡും വരുമ്പോ ഒക്കെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം ആളുകൾക്ക്. ഓക്കെ, നന്നായി, വളരെ നല്ല കാര്യമാണ്. പിന്നെ പൈസ കാര്യത്തിനും ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, എനിക്കും വഞ്ചന അനുഭവിച്ചിട്ടില്ല. ഇല്ല, ഇത്ര റുപ്യ തോന്നുന്നു ഞാനത് കൈ കൊടുത്തത്. എന്ന് വെച്ചാൽ എനിക്ക് അതെ മാക്സിമം അത്യാവശ്യം നല്ല ഇപ്പൊ പറഞ്ഞ പൈസക്ക് എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ വരുന്നതാണ് ഈ വർക്കിന്. അതായത് നമ്മള് ബില്ല് കൊടുത്ത് ആ ബില്ലിന് കറക്റ്റ് പൈസ നമുക്ക് പണിക്കാർക്ക് കൊടുക്കുന്നു. അല്ല ഒരു വ്യത്യാസം ഇല്ല, മനസ്സിന് തൃപ്തിയുണ്ട്. അവരുള്ള കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അവര് പറയുന്നു, ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നു. അതാണ് നിങ്ങൾ അതിലായിട്ട് വർക്ക് ചെയ്തത്. രാജസ്ഥാനിലെ എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. ഞാൻ അവിടെ താമസിച്ചിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് ജയ്സൽമീർ, പോക്കൺ, പല ഏരിയയിൽ ഞാൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ മാർബിളിനെ കുറിച്ച് അറിയുന്ന ആളുകൾ. അയ്യോ, എന്റെ കൂട്ടുകാരന്മാരുടെ മറ്റേ മാർബിളിന്റെ ആൾക്കാരുണ്ട്, മാർബിൾ പണിക്കാരുണ്ട്. ആരും ആ നാട്ടിൽ നിന്ന് ഒരുപാട് കാലം അവിടെ വർക്ക് ചെയ്ത ആളല്ലേ. ഇപ്പൊ ഗംഗാനഗർ തന്നെ എന്റെ ഒരു ഉമേഷ് സിംഗ് എന്നൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ അവരോട് ബന്ധപ്പെട്ടു. ഞാൻ ആളെ അയച്ചുതരാം, ഞാൻ മാർബിൾ തരാം. ഗംഗാനഗർ പട്ടാളക്കാരനാണോ? ഓ, പട്ടാളക്കാരുടെ കുടുംബത്തിലെ 8 അനുജന്മാരൊക്കെ ഈ പണികൾ ചെയ്യുന്നവരാണ്. മൊത്തം മാർബിളാണ്. ഇപ്പൊ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണ്. അത് നിങ്ങളുടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓർഡർ വന്നു കഴിഞ്ഞാലും ഇതേപോലെ നല്ല ഡീസന്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും ഹാപ്പി അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അപ്പൊ ശരി, ഓക്കെ. Okay.